ഹലോ എവറിബഡി, ഞാൻ ഡോക്ടർ ജേക്കബ് കുരുള്ള. വെൽക്കം ടു പീരിയ ടോക്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സോറി പറയാൻ പഠിപ്പിക്കുന്നത്. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ വളരേണ്ട രീതിയിൽ അവരുടെ സോഷ്യൽ എത്തിക്വറ്റ്സ് ഒക്കെ പഠിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോയാലേ ഒരു ജെൻറ്റിൽമാൻ അല്ലെങ്കിൽ ഒരു ലേഡി ആയിട്ട് കുഞ്ഞുങ്ങൾ ഭാവിയിലോട്ട് വളരത്തുള്ളൂ. സോ അന്നേരം അതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് എങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സോറി പറയാൻ പഠിപ്പിക്കാം. ഇതിന് ഈ സോറി എന്നൊരു വാക്ക് പറയാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പഠിപ്പിക്കാനായിട്ട് ഒരു 3 വയസ്സിന് മേളിലോട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, മോനെ അവനൊരു കൂട്ടുകാരനെ ഉന്തിയാൽ അല്ലെങ്കിൽ അവളൊരു കൂട്ടുകാരി ഉന്തിയാൽ നമ്മൾ ഉടനെ പറയും, സോറി പറ. അന്നേരത്തിന് അവൻ സോറി ഇങ്ങനെയൊന്ന് പറയും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വളരെ നിസ്സാരമായിട്ടാണ് ആ സോറി എന്നുള്ള വാക്ക് പല കുഞ്ഞുങ്ങളും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ നമ്മൾ ആ സോറി പറയുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ കുഞ്ഞ് പറയുന്നതെന്നുള്ള കാര്യം നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സോറി നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തണം, നമ്മളെ തന്നെ ഒന്ന് ഹമ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം, അല്ലേ? ഹമ്പിൾ ആകണമെങ്കിൽ ഞാൻ ചെയ്തത് മൂലം ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് അതുകൊണ്ട് വിഷമമായിട്ടുണ്ട്. സോ ഞാനൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ ഒന്ന് ഹമ്പിൾ ചെയ്താൽ ആ വ്യക്തിക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് ഒരു ചെറിയൊരാശ്വാസം കിട്ടുമെന്നുള്ള ഒരു വലിയ വാസ്തവം നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു വികാരമില്ല, ബാക്കിയുള്ളവരുടെ വിഷമങ്ങളെ ഒരു കമ്പാഷൻ ഇല്ലാതെ വളർന്ന കുഞ്ഞുങ്ങൾ പോകും. ദാറ്റ് ഈസ് വൈ നമ്മൾ അവരെ സോറി പറയാൻ പഠിപ്പിക്കേണ്ടത്, ഉള്ളുകൊണ്ട് സോറി പറയാൻ പഠിപ്പിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. സോ നമുക്കിതെങ്ങനെ ചെയ്യാം? ഒരു കുഞ്ഞ് ഒരു 3 വയസ്സ് പ്രായമായി കഴിയുമ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ സാഹചര്യങ്ങൾ ഒന്നും കൂടെ റിയാക്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി ആ കുഞ്ഞിനോട് പറയണം, ഇവൻ ചെയ്ത തെറ്റ് മൂലം മറ്റേ ആൾക്ക് എന്തോരം വേദന ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് സോറി പറയേണ്ട നീഡ് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ വർത്തമാനത്തിൽ കൂടെ നമ്മൾ ഇവനൊരു എക്സാമ്പിളായി മാറേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾ നോക്കുന്നത് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു കുഞ്ഞിനോടാണെങ്കിൽ പോലും അവൻ്റെ പേരൻസ് എങ്ങനെയായിരുന്നു, അതൊരു സോറി പറയാൻ അവർ തയ്യാറാകുമോ, അവർ ശരിക്കും ഡു ദേ മീൻ സോറി വെൻ ദേ സേ സോറി, ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ആ കുഞ്ഞിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, ആ ഫ്രണ്ടിനെ ഉന്തിയിട്ടിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ പോയിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഫ്രണ്ടിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മൾ കാണിച്ചിട്ട് ആ ഫ്രണ്ടിനോട് ഒരു സോറി, ഇവൻ ചെയ്ത തെറ്റിന് സോറി എന്നൊന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മളെ ഒബ്സേർവ് ചെയ്ത് തുടങ്ങും. അത് കഴിയുമ്പം കുഞ്ഞ് സോറി എന്നൊരു വാക്ക് പറയുമ്പം അവൻ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞെങ്കിൽ നമ്മളവനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുവാണ്, നമ്മളുടെ നോർമൽ ലൈഫിൽ നമ്മുടെ കുഞ്ഞിനോട് ബൈ മിസ്റ്റേക്ക് നമ്മളിപ്പോൾ അവന് ഒരു സാഹചര്യം ഉണ്ടായി, നമ്മൾ ആ കുഞ്ഞിൻ്റെ ഒരു അടി കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ ഒരു ടോയ് താഴെയിട്ട് പൊട്ടിപ്പോയി. അന്നേരം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, മോനെ ഐ എം വെരി സോറി, പപ്പ മോന് വേറെ ഒരു പുതിയ ടോയ് മേടിച്ച് തരാം. നമ്മൾ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു? ഓക്കെ, ആദ്യം സോറി പറഞ്ഞു, യു മീൻ ഇറ്റ് ഫ്രം യുവർ ഹാർട്ട്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ സോറി പറയാനിടയായ ഒരു പ്രശ്നത്തെ നമ്മളെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നും കൂടെ
കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവൻ്റെ ടോയ് താഴെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ടോയ് അവന് മേടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവനെ ചുമ്മാതെ ഒരു എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്ത് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. അന്നേരം ആ സോറിക്കൊരു മീനിങ് വരത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഒരു 3 to 4 years കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു വാക്കിന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾക്ക് വേണമെങ്കിൽ ആ സിറ്റുവേഷൻസ് എനാക്ട് ചെയ്യാം. നമ്മൾക്ക് ആ കുഞ്ഞിന് വേണ്ടി വേറൊരാളോട് സോറി പറയാം. അതുപോലെ തന്നെ നമ്മളുടെ സാധാരണ ലൈഫിൽ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് ആ തെറ്റിന് വേണ്ടി ശരിക്കും ഒന്ന് മാനസാന്തരപ്പെട്ട് നമ്മൾ ബാക്കിയുള്ളവരോട് സോറി പറയാനായിട്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് തന്നെയാണെങ്കിൽ സോറി പറയാനായിട്ട് ഒരു കാരണവശാലും മടിക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സോറി ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് മീനിങ് ഫുൾ വേർഡായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.